നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ധർമ്മപുത്ര, ഇങ്ങനത്തെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ആരട്ടത്? നാട്ടുകാരോ? ആ, അതായത് എന്റെ വീടിന്റെ അടുത്ത് ധർമ്മൻ എന്ന് പറഞ്ഞൊരു നാടകക്കാരൻ ഉണ്ടായിരുന്നു സാറേ. അപ്പൊ ഈ നാടകത്തിന്റെ റിഹേഴ്സലൊക്കെ വീട്ടിലായിരുന്നു. അങ്ങനെ ആ ധർമ്മന്റെ റിഹേഴ്സൽ ഉണ്ടായ മോനാണ് ഞാൻ. അങ്ങനെ നാട്ടുകാരൊക്കെ ധർമ്മന്റെ മോൻ എന്ന് പറഞ്ഞ് ധർമ്മപുത്രനായി. ചാകാൻ നേരത്തെ എന്റെ അമ്മയും വിളിച്ചു. പിന്നെ എന്റെ പേരിനെ മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ തന്നെ സാറിന്റെ പേര് ചാക്കോച്ചിന്നല്ലേ, എന്തൊരലമ്പ് പേരാ. പക്ഷെ ഇതേപോലത്തെ കോട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. മുതലാളിനെ പോലത്തെ ഒരു മുതലാളിനെ ഞാൻ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. മുതലാളി ഇവിടെ ഒരു മുതലാളി ഉണ്ട്, പേരും ചെറ്റയാ. ഇന്ന് വരെ ഒരു തുള്ളി പോലും തന്നിട്ടില്ല. കൂടെ അയ്യോ സാറങ്ങനെ സോൾട്ടാൻ പേപ്പറിലെ ബാബുരാജനെ വിളിക്കുന്ന പോലെ വിളിച്ചാൽ എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല. എനിക്ക് ചില ലക്ഷ്യമൊക്കെ ഉണ്ട്. എന്ത് ലക്ഷ്യം? 6 മാസത്തിനകം ഞാനും മുതലാളിനെ പോലെ വലിയൊരു മുതലാളിയാവും. ആന മുതലാളി. എങ്ങനെ? ഇവിടത്തെ ഇളയ പെണ്ണില്ലേ റോസി, അവളൊന്ന് വീണാൽ ആരോടും പറയരുതട്ടാ, ഞാനവളെ വളച്ചോണ്ടിരിക്കുക. വളച്ചോ, പക്ഷേ ഒടിക്കരുത്. മൂത്തവള ആനപ്പാപ്പാന്റെ കൂടെ ചാടിപ്പോയ പോലെ ഇളയവളെ ഈ പാപ്പാനും ചാടിക്കും. പൂത്ത കാശല്ല അവളുടെ പേര് ബാങ്കിൽ കിടക്കണത്. റോസിയെ കെട്ടിക്കാൻ 500 പവനാ എടുത്ത അലമാരിക്കകത്ത് വെച്ചിരുന്നു. 500 പവനേ ഉള്ളൂ? ഏതലമാരിയില്? ആ ചെറ്റ മുതലാളുടെ അലമാരിയില്. സാറേ, റോസിയെ കെട്ടണവൻ ഭാഗ്യവാനല്ലേ? എന്റെ ഭാഗ്യം. ദേവന്റെ വിശ്വാസി. നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ സാറിനൊരു കമ്പനി ഇറങ്ങി പോടാ. ഒഴിച്ചു വെച്ചിട്ടേ പോകുന്നുണ്ടാ. സാറേ ഗുഡ് നൈറ്റ്. കണ്ട പാപ്പാനൊക്കെ മുറിയിൽ വിളിച്ചിരുത്തിട്ടാ മദ്യപിക്കുന്നല്ലേ? സാറേ അങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. സാറും കുറെ ആള് പാപ്പാനായിരുന്നല്ലോ. ഒരാന ജസ്റ്റ് ഒന്ന് കുത്തിക്കൊന്നു വെച്ചേക്ക് സാറിന് എങ്ങനെ പറയാൻ പറ്റുമായിരുന്നു? ഒരൊറ്റ ചവിട്ടിയെന്നുണ്ടെങ്കിൽ നീ ആരോട് ചോദിച്ചിട്ടാ ഈ തൊപ്പി എടുത്ത് തലേ കമത്തിയത്? അല്ല, തൊപ്പിയോടെ ഫ്രീ ആയിരിക്കണ ജസ്റ്റ്. അപ്പൊ ഈ കുപ്പിയോ? അത് താഴെ തലമാരി. അത് അവിടെ നിന്ന് മോഷ്ടിച്ചല്ലേ? മോഷ്ടിച്ചല്ല, പിന്നെ ജസ്റ്റ് എടുത്തു, അത്രോളൂ. സത്യം പറടാ, അമ്മച്ചിയുടെ 10 പവന്റെ മാല മോഷ്ടിച്ചതാരാ? എനിക്കറിയില്ല. ഇവിടെ പോലീസുകാരന്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് മോഷ്ടിക്കുന്നല്ലേ? സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ തന്നെ നിന്റെ പരോള് ക്യാൻസൽ ചെയ്ത് ഞാൻ ജയിലിലേക്ക്. സത്യം പറയട്ടെ, പറ. മോഷ്ടിച്ചല്ല, പിന്നെ ജസ്റ്റ് എടുത്തു. എന്നിട്ട് മാല എവിടെ? സാറിന്റെ പെട്ടി. എന്റെ പെട്ടിയിലോ? അല്ല, സൂക്ഷിക്കാൻ ഇതിലും സുരക്ഷയായിട്ട് സ്ഥലം വേറെ കണ്ടില്ല. എന്റെ ദൈവമേ. സാർ ഒരു മിനിറ്റ്, ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. 7500 രൂപ. ഇതെവിടെ നിന്ന് കിട്ടി? ഇത് മാല വെക്കാൻ വേണ്ടി പെട്ടി പറഞ്ഞപ്പോ ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ. നീ ഒരു ആന കള്ളനാണല്ലോടാ. കള്ളനാണെങ്കിൽ ഞാൻ കള്ളം പറയില്ല സാർ. ഓക്കെ. അതെന്തുവാ നിങ്ങളുടെ കയ്യില്? ഒന്നുമില്ല. ഈ കയ്യില് അവിടെ ഒന്നുമില്ല. നോക്കട്ടെ മനുഷ്യ. കർത്താവേ, ദേ അമ്മച്ചിയുടെ മാല. ഇത് നിങ്ങൾ മോഷ്ടിച്ചാണോ? അയ്യോ അല്ലല്ല, ഞാനിത് അവിടെ കിടക്കുന്ന കണ്ടപ്പോ നിന്റെ മാലയാണെന്ന് എഴുതി എടുത്തതാ. അതങ്ങ് അമ്മച്ചിയോട് പറഞ്ഞാൽ മതി. അമ്മച്ചിയോട് പറഞ്ഞ അമ്മച്ചി വിശ്വസിക്കത്തില്ലെന്നേ. ഞാൻ പറഞ്ഞോളാം. നീ അധികം കൊണ്ടുവന്നേ. അതിന് വേറൊരു വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. നീ വാ. ഇതെന്തോ മനുഷ്യ ഓത്തുപോലെ കിടന്ന് ഉറങ്ങുക. ഈശോ, ഇങ്ങ് വന്നേ. എന്താ അവിടെ കിടന്ന് തിളങ്ങുന്നത്? ഇതെന്താ ഏജന്റാ തോന്നുന്നുണ്ട്. നല്ല വിഷമുള്ള എന്തോ സാധന. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്പോട്ട് തീരും. അടുത്ത് നിന്ന് നോക്ക്. നല്ല തിളക്കുണ്ട്. സ്വർണ്ണച്ചാരിയാ തോന്നുന്നു. ഇത് കൊച്ചമ്മേന്റെ മാലല്ലേ? കൊച്ചമ്മേന്റെ മാല കിട്ടി. കൊച്ചമ്മേന്റെ മാല കിട്ടി. അമ്മച്ചിയുടെ മാല കിട്ടി. ഇതെവിടെ കിടന്ന് കിട്ടി? ഇവിടെ കിടന്ന് കിട്ടി. ഇവിടെയാ? ഞാൻ കണ്ടില്ലല്ലേ. ബോധമില്ലാതെ കിടന്നുറങ്ങിയല്ലേ. ഇത് എത്ര പവൻ വരും? 10 പവൻ. 10 പവനാ? കൊച്ചമ്മേ മാല കിട്ടി. എന്റെ കർത്താവേ, എന്നെ നീ വീണ്ടും പരീക്ഷിക്കുകയാണോ? ഞാൻ നോക്കാം. എന്താടോ? അത് സർ, പവിത്രനെ കാണാനില്ല. കാണാനില്ല? അയാൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നോക്കി സർ. എല്ലായിടത്തും നോക്കിയോ? നോക്കി. എന്നൊരു കാര്യം ചെയ്യ്, താൻ അവിടെ ഒന്നുകൂടെ നോക്കി, ഞാനിപ്പോ വരാം. ഓക്കെ സർ. എന്തോ സാറേ നോക്കണേ? എടോ, പവിത്രനെ കാണുന്നില്ല. ചിരിക്കുന്ന എന്താണോ? അവിടെ ഉണ്ട്. ആരെ? പവിത്രനോ? വേലക്കാരി അവിടെ ഉണ്ട്. അപ്പൊ ഒറ്റയ്ക്കാ പോയ സാറേ.
പോരെ എന്റെ വണ്ടി കാണാനില്ല. വണ്ടിയോ? ആ ഞാൻ തുപ്പി തുടച്ച് പോളിഷ് ചെയ്ത് വെച്ച വണ്ടിയാണ്. രണ്ടു ഉണ്ടക്കണ്ണായിട്ട് എന്റെ വണ്ടി കൊണ്ടുപോകണ്ടില്ലടാ. എന്തായി രാജ? സാറേ അവൻ ആനക്കാരന്റെ ബൈക്കുമായിട്ടാ പോയിട്ടുള്ളത്. നേരാണോടാ? സാറ് എന്റെ വണ്ടി ആരാണ് കണ്ടിട്ട് പോയി. എന്റെ വണ്ടി കൊണ്ടുവരാലോ വണ്ടി ഇടിച്ചാ വരിക്കുള്ളൂ. സാറേ ഒരു മിനിറ്റ്. സാറേ അവനെ അഴിച്ചുവിട്ടത് കുഴപ്പമായി പോയോ? അഴിച്ചു വിട്ടത് മനസ്സിലായില്ലേ? അല്ല സാർ, നമ്മൾ കേസന്വേഷണത്തിന് വേണ്ടി അവനെ ഇവിടെ കൊടുന്ന് താമസിപ്പിച്ചത് മണ്ടത്തരമായി പോയെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഹേയ്, നമുക്ക് പഠിക്കേണ്ടത് അവനെ തന്നെയാ. പക്ഷേ അവൻ പഠിച്ച കള്ളനാ. അവൻ ചാടിപ്പോവാൻ ശ്രമിച്ച സ്ഥിതിക്ക് എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. സാർ നമ്മുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ. എത്രയും പെട്ടെന്ന് നമ്മുടെ ടീമിന് വിവരം അറിയിക്കണം. സർ. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, റോഡ്സ്, അങ്ങനെ അവൻ രക്ഷപ്പെടാൻ സാധ്യതയുള്ള മറ്റെല്ലാ മാർഗങ്ങളും ഉടനെ ബ്ലോക്ക് ചെയ്യണം. ഓക്കെ. അതെ എന്റെ കീ എവിടെ കിട്ടി? പുത്രന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ നിന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ. 500 രൂപ ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ അങ്ങനെ എടുത്ത്. എന്നാ പിന്നെ ഈ കളസം കൂടെ എടുത്തോളാം. റീത്തൊക്കെ അങ്ങോട്ട്. റീത്തല്ല, ബൊക്കയാ ബൊക്കെ. ആ മാക്കാനും കോക്കാനൊക്കെ ഉണ്ടല്ലോ. നീ എവിടെ പോയതാ? അല്ല, ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമല്ലേ. അല്ലാതെ ഈ കുപ്പി എടുക്കാൻ വേണ്ടി അച്ഛൻ്റെ അലമാര തപ്പിയപ്പോഴാ ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ അറിഞ്ഞ്. എന്ത് സത്യം? അത് ഈ പള്ളിയിലെ മാരേജ് സർട്ടിഫിക്കറ്റ്. ആരുടെ? അല്ലാതെ നമ്മുടെ ഈ ആ വന്നല്ലോ. ഇന്ന് വരെ 30ാം വിവാഹ വാർഷിക. ശരിയാ? കണ്ടോ, സന്തോഷം കണ്ടോ? ഒന്ന് പിടിച്ചളിയാ. നിങ്ങൾ രണ്ടുപേരെ ഈ ഐക്യവും സന്തോഷവും 100 വർഷം നീണ്ടു നിൽക്കട്ടെ. എന്റെ എല്ലാ ആശംസകളും. അത് നടക്കും തോന്നില്ല. വൈ? ഒരാൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും BP എല്ലാ സൂക്കറും ഉണ്ട്. വലിച്ചു നിർത്തി ഒരു 5 കൊല്ലം അല്ലേ കൊച്ചമ്മ? പോടാ അവിടുന്ന്. മാറി ഞാനൊന്ന് വിഷയട്ടെ. മെനി ഹാപ്പി റിപ്പബ്ലിക് ഡേ. മാറി. എന്താ കുഴപ്പമുണ്ടോ? ഈ സുദിനത്തിൽ ഞാൻ നിങ്ങൾക്കായി ഒരു ഗാനോപഹാരം സമർപ്പിക്കുകയാണ്. സവിനയം സഹിച്ചാൽ. എന്തിനിത്ര ആലോചിക്കേ? അവൾക്ക് ആരോടെങ്കിലും പ്രേമം കാണും, അതങ്ങോട്ട് പറഞ്ഞാ പോരെ. വെറുതെ സമയങ്ങളെയാന്നേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെ ആലോചന വന്നാലും ആ കുട്ടി സമ്മതിക്കുന്നൊന്നല്ല. അതെന്താ? ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഒരു ഗന്ധർവം കുടിയേറിയൊക്കെയല്ലേ. ഗന്ധർവന? അതാരാ? ഒന്നുമില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം. ഇപ്പൊ എന്നെ സൂക്ഷിച്ചു നോക്കൂ. 100 ആലോചനകളിൽ എനിക്ക് വന്ന ഒക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഒരേ ചോദ്യം, ഒരേ ഉത്തരം. എന്റെ അപ്പച്ചൻ ഈ പച്ചനോട് ചോദിച്ചു, ഹൂ റീസൺ വൈ? ഉത്തരമില്ലായിരുന്നു. വീടിനല്ല, എനിക്ക്. പണവും ഉദ്യോഗവും പ്രതാപവും ഒന്നുമല്ല ഇവിടെ പ്രശ്നം. ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു കുടുംബവുമായി, ഒരു പുരുഷനുമായി പെട്ടെന്ന് ജീവിതം പങ്കിടേണ്ടി വരുമ്പോണ്ടാവുന്ന ഒരു അസ്വസ്ഥത, അട്രോസിസ് ഡിപ്രഷൻ. ചെറുക്കനും പെണ്ണും പരസ്പരം അറിയണം. വിവാഹത്തിന് മുമ്പ് അവർ ഒരുമിച്ച് കഴിയണം. അപ്പം കുട്ടികളുണ്ടാവില്ലടോ? അയ്യയ്യ. ഒരുപക്ഷെ എന്നെ പോലെ ചിരപരിചിതനായ ഒരാളെ റോസിക്ക് പ്രശ്നം ഉണ്ടാവില്ല. റോസിയെ പോലെ ചിരപരിചിതനായ ആളെ എനിക്കും പ്രശ്നം ഉണ്ടാവില്ല. ജസ്റ്റ് പ്രഗ്നൻസി. ട്രൂ ഓർ ഫോൾസ്? ചാക്കോച്ചി പറഞ്ഞു വരുന്നേ അത് തന്നെ. ഏത് തന്നെയെന്നു? ഇതൊരു രോഗമാണ്. രോഗം. ഈ രോഗത്തിന്റെ പേരെന്ന് പറഞ്ഞാ കൊള്ളാം. ബിഷപ്പ്. അത് ഈ എന്തിനാ അറിയണേ? പാപ്പാനെ പണി ആനനെ നോക്കലല്ലേ, അത് ചെയ്യും പോയിട്ട്. നിനക്കാരുടെ ഈശോ എന്ന് പേരിട്ടത്? യൂദാസ്. അല്ലെങ്കിൽ ഈ പാപ്പമാർക്ക് ഒരു ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്താൽ മതി, വീട്ടിൽ കയറി അങ്ങോട്ട് നേരങ്ങിക്കോളൂ. പിന്നല്ല ശാപങ്ങൾ. ഞാൻ സാറിന് നീ ഒന്ന് റെഡിയോ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അല്ല, ഞാൻ കുറച്ച് പോവാ അല്ലേ. ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? ആനന്ദപുരം മുട്ട. സാറേ, ഇത് ആനന്ദപുരം SI മിസ്റ്റർ ബാലേന്ദ്രൻ. ഞാൻ എസ്തപ്പാൻ. അറിയാം സർ. ഇത് പവിത്രൻ. ഹലോ. വേണ്ട സാറെന്താ ഒരുമാതിരി കള്ളന്മാരെ നോക്കണ വരി? ഞാൻ പോലീസിനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. കമോൺ, കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. മറിച്ച് മാറാലെയാണല്ലോ. ഈ ജനാല വഴിയാണ് കള്ളനകത്ത് കയറിയത്. ഈ കമ്പി വളച്ചതും ആ കള്ളൻ തന്നെയാണ്. ഏത് കള്ളൻ? ഈ കള്ളൻ വെള്ളി വീണുപോയി. ഫോളോ മീ. ഇവിടെയാണ് കള്ളം പതുങ്ങിയിരുന്ന സ്ഥലം. ഇത് പിടിച്ചേ. രാത്രിയായപ്പോ കള്ളൻ ഇങ്ങനെ പതുങ്ങി പതുങ്ങി പുറത്തിറങ്ങി. വിലപിടിപ്പോളൊന്നും പാവം കണ്ടില്ല.
പിന്നെ പിച്ചള ഓട് വെള്ളി അങ്ങനെ കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രമാണ് പുള്ളിക്ക് കിട്ടിയത്. പെട്ടെന്നാണ് കള്ളൻ ആ ശബ്ദം കേട്ടത്. ഒരു മരണക്കര. വീണ്ടും പതുക്കി. സൈലൻസ്. മഴ. നല്ല ഹെവി മിന്നൽ. മെല്ലെ കള്ളം പുറത്തിറങ്ങി ചുറ്റും ഇങ്ങനെ പരതി. അപ്പോ ബോഡി വലിച്ചുകൊണ്ടുന്ന ആ വില്ലനെ കള്ളം കണ്ടു. ആ മുഖം ഓർമ്മയിലുണ്ട്? ഓർമ്മയുണ്ട് സാർ ആ മുഖം. അളക്കട്ടെ. ആ ഫിംഗർ പ്രിന്റ് എന്തായി? ടെലിഫോൺ ബിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്കെൽട്ടൻ എങ്ങനെയാണോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? CBI സേതുരാമയ്യർ പലതും ചോദിക്കും. ഓ, അപ്പൊ കുറ്റവാളിയെ പവിത്രം കണ്ടുപിടിക്കും അല്ലേ? അതെന്റെ പണിയല്ലോ, പോലീസിന്റെ അല്ലേ. ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. എങ്ങനെ? അല്ല, നീ എങ്ങനെ സഹായിക്കും? സാറിനെ വീട്ടിൽ പൂട്ടിയിട്ട് ഞാൻ അങ്ങനെ കുറ്റവാളിയെ കണ്ടുപിടിക്കും. എന്നെ സ്വതന്ത്രനാക്കും. എന്നെ ചിറക് വിരിക്കാൻ അനുവദിക്കൂ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഞാൻ കണ്ടുപിടിക്കും. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. അല്ല, ഇനി കുറച്ച് ദിവസമുള്ളൂ, തറവാട്ടിലേക്ക് തിരിച്ചു പോകാൻ ടൈമായി. അതിനു മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമുക്കിപ്പോ ഒന്ന് കറങ്ങിയിട്ട് വരാം. പവിത്ര, അവിടെ നിൽക്കാൻ. സാറേ, അവന്റെ കൺമുമ്പിലുണ്ടായിരുന്നു, രക്ഷപ്പെട്ടു. കള്ളം പറയുന്നു. ഞാൻ പറയണേ, ഞാൻ കണ്ടാ സാർ. ഇങ്ങോട്ട് വാ, വന്നേ ഇങ്ങോട്ട്. അടുത്ത ജന്മങ്ങളിൽ ഒരു പാപ്പാനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. എന്നാ ഇനി മുതൽ ഇത് റോസിക്ക പിടിച്ചോ. ആനവാൽ മോതിരമുണ്ട്. റോസിങ് വന്നേ, വാ. ശരി. കഴിഞ്ഞ ആദ്യം തന്നത് തീർക്ക്. ശരി, ഓക്കെ. പിന്നെ മുതലാളി, പാലേന്ന് മാത്തുക്കുട്ടി വിളിച്ച് റോസിനെ പെണ്ണ് കാണാൻ വരുന്ന ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്താ പറയണ്ടേ? വരണ്ടെന്ന് പറയൂ. അതെന്താ അങ്ങനെ? എന്റെ മനസ്സിൽ മറ്റൊരാലോചനയുണ്ട്. ആനക്കാട്ടിൽ ചാക്കോച്ചി. എന്താ നിന്റെ അഭിപ്രായം? ഞാനും ഇതൊന്നും അങ്ങോട്ട് പറയാൻ ആലോചിച്ചതാ. നീ എന്ത് പറയുന്നു? റോസിയുടെ ഭാഗ്യല്ല അപ്പച്ച. പിന്നെ എല്ലാന്റെ ഇച്ഛായ വന്നേറിയ ഐശ്വര്യ. ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. വേണ്ട. വേണ്ടേ? വേണ്ടെങ്കി വേണ്ട. ആനക്കാട്ടിൽ ഈപ്പച്ച സമ്മതിക്കോ? നമ്മളെക്കാട്ട് 100 ഇരട്ടി സ്വത്തുണ്ട് ഈപ്പച്ചന്. ചാക്കോച്ചിയുടെ സംസാരത്തിൽ നിന്ന് റോസിമോളെ ഇഷ്ടാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ഒന്ന് എണീറ്റ് പോടാ അവിടുന്ന്. 500 പവന്റെ പാരമ്പര്യ സ്വത്ത് അലമാരയിൽ ഇരിപ്പുണ്ട്. കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം. മുണ്ടക്കത്ത് നമ്മുടെ എസ്റ്റേറ്റ് എഴുതി കൊടുക്കാം. ഈശോ, നീ പോയി ഒന്ന് സംസാരിക്കേ. ഓ,
അത് വേണോ? ഓ, ഒരു നല്ല കാര്യത്തിലാണെങ്കിൽ മുന്നിൽ വന്ന് നിന്നോളും ദുശകുനം. ഒന്നാണ്ട് മാറോ. എന്നെ കൊണ്ട് പറ്റണൊക്കെ ഞാൻ പറയുന്നുണ്ടേ. ഇത് നീ എന്താ ആലോചിക്കണേ? ഞാനേ എന്റെ വലിയൊരു മാലയും 2 മോതിരവും കാണാനില്ല. ആർക്കെങ്കിലും ഊരി കൊടുത്തൊന്ന് ആലോചിച്ച് നോക്ക്. ആ, റോസിക്ക് ഞാൻ ഊരി കൊടുത്തായിരുന്നു. പക്ഷെ ഇത് സ്വപ്നത്തിലാണല്ലോ. സ്വപ്നത്തിലാണെങ്കിലും കൊടുത്തില്ലേ? അത് മതി, സാധനം സേഫാ. ആണോ? ആ, ഇവിടത്തെ റോസി, ഞാൻ ഇന്നലെ എന്റെ മാലയും മോതിരം റോസിക്ക് തന്നായിട്ട് സ്വപ്നം കണ്ടായിരുന്നു. അതിപ്പോഴും കയ്യിലുണ്ടോ? സ്വപ്നം കണ്ടതല്ലേ? ആ, അത് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട്. കള്ളി. ഹോ, സമാധാനായി. കണ്ടായിരുന്നോ? കണ്ടു. എന്തു പറഞ്ഞു? അത് അവളുടെ ലോക്കറിലുണ്ട് മോനെ. ഭാഗ്യം. പാവം എസ്തപ്പൻ സർ, DGP വിളിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുക. കൊലയാളിയെ കിട്ടിയില്ലെങ്കിൽ പനിഷ്മെന്റ് ട്രാൻസ്ഫറാ. ഡിസ്മിസ് ചെയ്യണം സാറേ. കഴിവില്ലാത്തവരൊന്നും പോലീസിൽ വെച്ചോണ്ടിരിക്കരുത്. കുത്തുന്നുണ്ട്. എന്ത്? മീനെ, സത്യത്തിൽ നീ ആ കൊലയാളിയെ കണ്ടിട്ടുണ്ടോ? ആ, സാറിനോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞ എന്റെ കൺമുമ്പിൽ ഒന്ന് ചാടിയതാ. അപ്പോഴേക്കും നിങ്ങൾ എന്നെ പിടിച്ചു. കൊത്തുന്നുണ്ടോ? കൊത്തുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് കൊളുത്തുന്നില്ല. ചകോജി, ഒരു മിനിറ്റ് ഒന്ന് വരും, ഒരു കാര്യം പറയാനാ. ഇവിടെ നിന്ന് പറഞ്ഞാ മതി. ഈ ഡ്രൈവർമാർക്കും കുട്ടിക്കും പട്ടിക്കൊന്നും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കരുത്. തലേ കയറി തൂറും. മുതലാളിനെ കൂടി ഇരുന്ന് ചൂണ്ടിടുന്നു. ഒന്ന് എണീറ്റ് പോടാ അവിടുന്ന്. അല്ല, എണീറ്റ് പോകാനോട്ട് പറഞ്ഞ മാതിരി തോന്നി. കൊത്തുമ്പോ വിളിക്കേ. വിളിക്കാം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഈ പാറക്കൽ തറവാറിനെ പറ്റി എന്താ അഭിപ്രായം? ഒന്ന് പെയിന്റ് അടിച്ച വൃത്തിയോ? അടിക്കാം. എന്റെ റോസിമോളോ? അടിക്കാം. അല്ല, ഒന്ന് ഫേഷ്യൽ ചെയ്ത വൃത്തിയോ? റോസിമോളെ പറ്റി എന്താ അഭിപ്രായം? അല്ല, സത്യത്തിൽ ഈ റോസി ആരുടെ മോളാ? തോമാച്ചന്റെ മോളാണെന്നാണ് എന്റെ വിശ്വാസം. അല്ലേ? ഞാൻ വിചാരിച്ചത് എന്റെ മോളാണ്. അതെ. കൊച്ചു ത്രേസ് എനിക്ക് പെങ്ങളെ പോലെ. അത് നന്നായി. കാര്യം പറഞ്ഞില്ല. ആനക്കാട്ടുകാരത്ര സ്വത്ത് ഇവിടെ ഇല്ലെങ്കിലും ഇട്ട് മൂടാനുള്ള സ്വത്ത് പാർക്കക്കാർക്കുണ്ട്. ഇയാള് പോയി. ഉന്നം പോരാ, ഞാൻ അറിയാം. ഒരു മിനിറ്റ്. അയ്യ, തലക്കേന് ഇനി കൊള്ളു. പറ. ഞാനൊരു കല്യാണാലോചനയായിട്ട് വന്ന റോസിക്ക് വേണ്ടിയിട്ട്. എന്താ പറഞ്ഞ? അതെ, റോസിന് ഇഷ്ടാണെങ്കിൽ. അല്ലെ, ഈ റോസി കുമ്പസരിക്കാൻ പറ്റും. എന്റെ അപ്പച്ചൻ ഈ പച്ചിന് തറഞ്ഞാൽ അറിഞ്ഞ അല്ല, എന്റെ ഇഷ്ടത്തിന് എതിരേക്കില്ല. 500 പവന്റെ പാരമ്പര്യ സ്വത്ത് അളമാരെ ഇരിക്കുന്നുണ്ട്. പോരാത്തിന് മുണ്ടക്കയത്തെ റബ്ബർ എസ്റ്റേറ്റും. റബ്ബർ എന്നൊക്കെ പറയുമ്പോ വലിയാണ്. പിന്നെ ആനക്കാട്ടിൽ ഈ പച്ചന്റെ മോന് സ്ത്രീധനോ വേണ്ട. റോസി എനിക്കിഷ്ടം. സ്ത്രീയാണ് എന്റെ ധനം. സാറ് നല്ല ആളാ. ഞാൻ ഇവരെ തോമാശനെ അറിയിച്ചു വരാം. അതെ, ഒരു മിനിറ്റ്. ഈ 500 രൂപനൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്ന അപകടല്ലേ? വല്ല കള്ളന്മാരും അനങ്ങാൻ പറ്റൂല. അലമാര പൂട്ടിയിട്ട് താക്കോൽ രൂപക്കൂടിന്റെ പിന്നിലാ സൂക്ഷിച്ചേ. ഈശോ ആണ് കാവല്. അത് നന്നായി. ഇപ്പൊ കുഴപ്പമില്ല. ശരി. അത് ഉറങ്ങിയോ? ആ, ഉറങ്ങി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ പറ. പറയട്ടെ? എന്നാ പറയണ്ട. അങ്ങനെ പറയല്ലേ, കേക്ക്. പറ. ആനക്കാട്ടിലെ ചാക്കോച്ചി നിങ്ങളുടെ സുഹൃത്തല്ലേ? നല്ല ആളാല്ലേ? ഇവിടെ എല്ലാവർക്കും നല്ല അഭിപ്രായ. നമുക്ക് നമ്മുടെ റോസിയാളെ കൊണ്ട് കെട്ടിച്ചാലോ? നമുക്ക് നമ്മുടെ റോസിയാളെ കൊണ്ട് കെട്ടിച്ചാലോന്ന് ഈശോ സംസാരിച്ചു. അയാൾക്ക് ഇഷ്ടാന്ന് പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞു. ആ, നിന്നെയൊന്നു കാണാനായി, നിന്നോടൊന്നു മിണ്ടാനായി, കാതമേറെ ദൂരെ നിന്നും ഓടി വന്നതാണൻ പെണ്ണെ. എങ്ങനെയുണ്ട് എന്റെ പാട്ട്? പാട്ടായിരുന്നോ? മനസ്സിലായില്ല. അത് ഈ മ്യൂസിക് ഇല്ലാത്തോണ്ട് കരോക്കെ ഉണ്ട്.